ഇന്നത്തെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ പണിക്ക് പോവാം. 10 മണിയായി, ഷോപ്പ് ഇതുവരെ തുറന്നിട്ടില്ല. അപ്പോൾ കുറച്ച് ലേറ്റായി. എന്താണെന്ന് വെച്ചാൽ രാവിലെ കുറച്ച് പണിയുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ ഷോപ്പിലേക്ക് പോവാണ്. സമയം 9 മണി അങ്ങനെയൊക്കെയാണ്, പക്ഷേ 1 മണിക്കൂർ ലേറ്റായി. 9:15 9 മണി. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ നമുക്ക് എല്ലാ ഷോപ്പും തുറന്നിട്ടുണ്ടാവും. കുറച്ച് ഒരു ഉച്ചയ്ക്ക് ശേഷം തുറക്കും. അപ്പോൾ ഇങ്ങനെ പോവുകയാണ്. ആരുമില്ല കൈസ്. റോഡ് കണ്ടു 4 മിനിറ്റ് 10 മണിയായിട്ട് ഒരു വണ്ടി. അപ്പോൾ ഇങ്ങനെ പോവുകയാണ്. ഒരു വണ്ടി പോയി, എൻ്റെ തൊട്ട് ബാക്കിലൊരു വണ്ടി പോകും. അടുത്തൊരു വണ്ടി വരുന്നുണ്ട് ബാക്കിൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണെന്നറിയില്ല, വണ്ടിയൊന്നും തീരെ കുറവാണ്. അപ്പോൾ നേരെ പോകുന്നുണ്ട്, നടന്നുകൊണ്ട് പോയി എത്തിയില്ല. ഇവിടെ ഇപ്പോൾ ഈ വര കെട്ടിയത് കാരണം നമുക്കിപ്പോൾ നടക്കാൻ അതിനായ സ്ഥലങ്ങളും റോഡൊക്കെ വന്നതിന് ശേഷം കുറച്ച് മെച്ചൂരിറ്റി ആവുന്നുണ്ട്. ഈ ആക്സിഡൻറ്റും പിന്നെ ഓവർടേക്കിങ്ങും അധികം ഈ ഓപ്പോസിറ്റുള്ള ആൾക്ക് കൺട്രോൾ കിട്ടും. ചിലപ്പോൾ എതിരെ വരുന്ന ആൾക്ക് ഓവർടേക്ക് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ഈ ഓപ്പോസിറ്റ് വരുന്ന ആൾക്ക് ചിലപ്പോൾ പേടിയാണ്. ആദ്യം ഭയങ്കരമായി വേഗം ജമ്പ് ചെയ്ത് അങ്ങനെ ഇപ്പുറം സൈഡ് കടന്നു. കഴിച്ച് അപ്പുറം ഉണ്ടായിരുന്നു, ഇപ്പുറം കിടന്നു. പിന്നെ നേരെ ഇനി തണലത്തോട്ട് വരാം. ഭയങ്കര വെയിലാണ്. അതും എംടി റോഡല്ലേ, ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ. അപ്പോൾ തണലത്ത് നിന്നതിന് ശേഷം ഒരു ബസ് വന്നു, റോയൽ. സാധാരണ ഇതിലല്ല, ഗസലും അല്ലെങ്കിൽ VP ട്രാവൽസിലാണ് കയറാറ്. ഇന്നിപ്പോൾ റോയലാണ് കിട്ടിയത്. ഗസൽ വന്തിയോട് മറ്റേ ധർമ്മത്തെടുക്ക ഭാഗം വന്നു. കുമ്പളെത്തിയിരിക്കുന്നു ഗായ്സ്. ഓട്ടോ സ്റ്റാൻഡ്. കുമ്പളെത്തി ഗായ്സ്. ഇപ്പം നേരെ ഷോപ്പിലോട്ട് നടന്നു. ഷോപ്പിലേക്ക് അത്രയേ ഉള്ളൂ. ബസ് സ്റ്റാൻഡിൽ നിന്ന് 2-3 മിനിറ്റ് അത്രയേ ഉള്ളൂ നടക്കാൻ. രാവിലെ തന്നെ എല്ലാ ഷോപ്പും തുറന്നു. രാവിലെ ഓൾമോസ്റ്റ് എല്ലാം തുറന്നു. നമ്മളാണ് ലാസ്റ്റ് തുറക്കുന്നതാണ് എല്ലാവരും കംപ്ലൈൻറ്റ് പറയുന്നത്. കാരണം നമ്മൾ രാത്രി അതുപോലെ തന്നെ 10 മണിയാകുന്നു ക്ലോസ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് രാവിലെ തുറക്കണമെങ്കിൽ ഒരു രാത്രി ഒരു 8 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെ തുറക്കാൻ പറ്റും. ഇതിപ്പോൾ രാത്രി 10 മണിയാണ്. പിന്നീട് കുറേ നോക്കി, അത് കസ്റ്റമർ ഇങ്ങനെ വന്നുകൊണ്ടാണ്. അപ്പോൾ രാവിലെ നമുക്ക് ഓവർ ടൈം പണിയെടുക്കുന്നതിന് ഇഷ്ടമുള്ള കേസ്. ബസ്സിന് പോയി വന്നാൽ ഈ മുടിയൊക്കെ ഉണ്ടല്ലോ, ഈ കൊയ മാതിരി. അല്ലെങ്കിൽ പ്രശ്നമില്ല, നമ്മളിപ്പോൾ കുളിച്ച് തലയൊക്കെ വാരിയാണ് വരുന്നത്. എണ്ണ ഇട്ടെങ്കിൽ പിന്നെ പ്രശ്നം, ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല. അത് ആ സ്ഥലത്ത് നിൽക്കും മാത്രം. ഈ എണ്ണ ഇട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിങ്ങനെ കളിക്കുക. ഈ സൈഡും ഇതും ഇനി ഇവിടെയും. അങ്ങനെ അവസാനം ഷോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഫുള്ള് മൊത്തം പണിയായിരുന്നു. അച്ഛനായിരുന്നു 2-3 ദിവസം ബോസില്ല, അങ്ങനെ അടിക്കാറില്ലായിരുന്നു.
അപ്പോൾ മോർണിംഗ് വ്ളോഗാണ്. മോർണിംഗ് രാവിലെ എണീച്ചു, അത് കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സ്കിപ്പിങ് ചെയ്തു. വയറ് കുറച്ച് അധികം ഉണ്ടായിരുന്നു, അപ്പോൾ വയറ് കുറക്കാൻ വേണ്ടി ഇപ്പോൾ സ്കിപ്പിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസമായി മോശമില്ല. 64 കിലോ ഉണ്ട്. ഇപ്പോൾ 60 കിലോ, 4 കിലോ കുറക്കാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 5-6-8 കിലോ ഒക്കെ കുറക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഷോപ്പിൻ്റെ അവസ്ഥ. ഉള്ളിൽ മൊത്തം ഷോകയൊക്കെ കിടക്കുന്നത്, അതായത് ഫുൾ ഇതൊക്കെയാണ് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അതുവരേക്കും മറ്റൊരു വ്ളോഗുമായി നാളെ കാണാം. ഗുഡ് ബൈ.